ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തെടുത്ത ബീഫാണിത്. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ചിക്കനും എടുത്തിട്ടുണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ ബീഫ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ അല്പം സോൾട്ടും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിക്കുന്നുണ്ട്. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ ബാർബിക്യൂ മാത്രം ചെയ്യുമ്പോൾ അത് വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ്. ചിക്കൻ നമ്മൾ വേവിക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ബാർബിക്യൂ മസാല ഇത് നമ്മുടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. 2 ഐറ്റംസാണ്. ഞാൻ പുതിന ലീവ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ മല്ലിച്ചപ്പ് കൊറിയാൻഡർ ലീവ്സ് എടുത്തിട്ടുണ്ട്, സോൾട്ട്, കുരുമുളക് പൊടി, നമ്മുടെ കേർഡ് തൈര് എടുത്തിട്ടുണ്ട്, 1.5 നാരങ്ങ എടുത്തിട്ടുണ്ട്, 1.5 എടുത്തിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചില്ലീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബീഫിനെ നമുക്ക് ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതിന് കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ പെപ്പർ പൗഡറും ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചതിൻ്റെ ഒരു പകുതിയോളം പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ബാർബിക്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബീഫാവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കൈകൊണ്ട് മിക്സ് ചെയ്യുവാണ് ബീഫും കുരുമുളക് പൊടിയും ഇതും കൂടെ നമ്മുടെ സോൾട്ടും കൂടെ മിക്സ് ചെയ്യുവാണ്. പിന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് അത് വേവിക്കാൻ വയ്ക്കും. ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ സോൾട്ടും കുരുമുളക് പൊടി ഇട്ട കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു ഞാനൊരു 8-9 വിസിൽ വരെ ഞാൻ കേൾപ്പിക്കും. കാരണം നല്ലോണം വേവേണ്ട ആവശ്യമുണ്ട്. ഒരു 9 വിസിൽ. കാരണം ഇത് ഇച്ചിരി വേവ് കുറേ ആവശ്യമുള്ളൊരു ബീഫാണ്. അതുകൊണ്ട് തന്നെ ഒരു 9 വിസിൽ വരെ കേട്ടതിന് ശേഷമാണ് ഞാൻ ബാർബിക്യൂവിന് വേണ്ടി മസാലയിൽ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാർബിക്യൂ മസാല ഉണ്ടാക്കാം. ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനപ്പോൾ അതിന് മിക്സിയുടെ ജാറിൽ നമ്മുടെ പുതിന ലീവ്സ് ഉണ്ടല്ലോ, ഈ പുതിന ലീവ്സ്, മല്ലിയില, അതുപോലെ തന്നെ കേർഡ്, തൈര്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇത് തൈരാണ്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഇത് മിക്സിയിൽ അരച്ചെടുക്കും. അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. തന്നെ ഈ പുതിന ലീവ്സ് ഇതിലേക്ക് ഇടുവാണ്, മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണ്. ഞാനിതിൻ്റെ തണ്ടൊന്നും ഇടുന്നില്ല. ക്ലീനാക്കിയെടുത്ത പുതിന ലീവ്സാണ്. അപ്പം ഞാനത് തണ്ടെന്ന് ഒഴിവാക്കിയിട്ട് ലീവ്സ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് പുതിന ലീവ്സും കൂടെ ലെഫ്റ്റ് ഉണ്ട്, അതും കൂടി ഇടുവാണ്. പിന്നെ മല്ലിച്ചപ്പ് ഞാൻ അതുപോലെ തന്നെ ഇടുവാണ്. കാരണം ഞാനത് എടുത്ത് വെച്ചതാണ്. അത് തണ്ടോടുകൂടി തന്നെ ഇടുവാണ്. പിന്നെ അതുപോലെ മല്ലിച്ചപ്പ് ലീവ്സ് തണ്ടോടുകൂടി തന്നെയാണ് ഇടുന്നത്. മല്ലിച്ചപ്പ് ലീവ്സ് തണ്ടോടുകൂടി തന്നെയാണ് ഇട്ടത്. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് തൈര് ആഡ് ചെയ്യുന്നുണ്ട്, കേർഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫുൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ സൈഡിൽ ആക്ച്വലി കുക്കർ വെച്ചത് ഇപ്പോൾ ഫസ്റ്റ് വീസിലാണ് അടിക്കുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ സൈഡിൽ കുക്കർ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുളക് ജസ്റ്റ് 2 പകുതികളാക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ മുറിച്ചിടുവാണ്. സെക്കൻഡ് വീസിലായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും മുളകും നമ്മൾ ചിക്കണിനും ബീഫിനും രണ്ടിനും മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും മുളക്. നമ്മൾ പിന്നെ ഇതിലേക്ക് തന്നെ നമ്മൾ ആ സോൾട്ട് എടുത്ത് വെച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്.
ഈ അടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ അടിച്ചിട്ട് കാണിക്കാം ഫ്രണ്ട്സ്. ഓക്കെ, മിക്സിയിൽ അടിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മിക്സിയിൽ അടിക്കുന്നതിൻ്റെ കൂടെ ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചിക്കനിലേക്ക് ആദ്യം തന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു പകുതി നാരങ്ങയാണ് അത് പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് സോൾട്ട്, വളരെ കുറച്ച്, നമ്മൾ ഓൾറെഡി ആ മിക്സിൽ സോൾട്ട് ഇട്ടാണ് അടിച്ചിരിക്കുന്നത്, പക്ഷെ എന്നാലും ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സോൾട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ബിക്കോസ് ഇത് തന്നെയാണ് നമ്മൾ ബീഫിനും അതുപോലെ തന്നെ നമ്മൾ വെജ് ബാർബിക്യൂ ഉണ്ടാക്കുന്നുണ്ട് അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒഴിക്കുവാണ്. ഇതിന് വേണ്ടത്ര നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുവാണ്. ഇതിപ്പോൾ നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആ കുക്കറിൻ്റെ ഉള്ളിലുള്ള ബീഫ് എടുത്താൽ നമ്മളിതുപോലെ മാരിനേറ്റ് ചെയ്ത് ആദ്യം നാരങ്ങ പിഴിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്താണ് വെക്കുക. അപ്പോൾ ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഇത് പുറത്ത് മാരിനേറ്റ് ചെയ്ത് ഇതുപോലെ ഇരിക്കണം, അടച്ചു വയ്ക്കാം. വെജ് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം ഈ ഒരു പൊട്ടറ്റോ പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. വെജ് ഇവിടെ എൻ്റെ ഫാദറൊക്കെ വെജാണ് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കമിൻ്റെ ഹാഫ് ഉണ്ട്. പിന്നെ ഒരു ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ടൊമാറ്റോ ഉണ്ട് വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ പൊട്ടറ്റോ നമ്മൾ ജസ്റ്റ് റൗണ്ടായിട്ട് പീൽ ചെയ്ത് ഇതാക്കിയിട്ടിട്ട് കട്ട് ചെയ്തിട്ട് ഇതെടുത്തിരിക്കുവാണ്. അപ്പോൾ നോക്കാം. ഇതുപോലെ നൈസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് കംപ്ലീറ്റ് പീൽ ചെയ്ത് ഇറക്കി എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ഗ്രീൻ ക്യാപ്സിക്കം, ഹാഫ് യെല്ലോ ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ, അത്രയും മതി. പിന്നെ ടൊമാറ്റോസ് സ്ലൈസ് ചെയ്തെടുക്കുവാണ്. ടൊമാറ്റോസ് ഇങ്ങനെ സ്ലൈസ് ചെയ്യുവാണ്. ടൊമാറ്റോസ് കുറച്ച് തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ, കാരണം നമ്മൾ ബാർബിക്യൂ ചെയ്യുമ്പോൾ അത് വേഗം ഇതാവും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത പോലെ തന്നെ ചെയ്യുവാണ്. പൊട്ടറ്റോസ്, അതുപോലെ തന്നെ ടൊമാറ്റോ, ഇത് നമ്മുടെ ക്യാപ്സിക്കം, ഇതെല്ലാം നമ്മളിതിലേക്ക് ഇടുവാണ്. അതുപോലെ തന്നെ ടൊമാറ്റോസ് ഇടുവാണ്, ക്യാപ്സിക്കം, ഇതെല്ലാം നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ പിഴിയാണ്. ഒരു 1/4 നാരങ്ങയാണ് ഇപ്പോൾ ഞാൻ പിഴിഞ്ഞത്. ഇപ്പോൾ ഒരു 1/4 നാരങ്ങയും കൂടെ പിഴിയുന്നുണ്ട്, അപ്പം ഹാഫ് നാരങ്ങ ആയിട്ടുണ്ട്. നാരങ്ങ പിഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ കുറച്ച് സോൾട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേ ബാറ്റർ തന്നെ, അതായത് നമ്മൾ ഉണ്ടാക്കിയ അതേ ബാറ്റർ തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ്.
നമ്മൾ മാരിനേറ്റ് ചെയ്ത് നേരത്തെ ചിക്കൻ വെച്ച പോലെ തന്നെ സൈഡിൽ വെക്കുവാണ് മാരിനേറ്റ് ചെയ്യാൻ. അതിൽ ബീഫ് നമ്മൾ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ കഷ്ണം മാത്രം എടുക്കുന്നുള്ളൂ. നമ്മൾ വാർത്തിട്ട് എടുത്ത് മാറ്റുവാണ്. നേരത്തെ പോലെ തന്നെ ഈ നമ്മുടെ ചിക്കനിലും ഒക്കെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ബീഫിലൊരു വ്യത്യാസമേ ഉള്ളൂ. ബീഫ് നമ്മളൊന്ന് ഉപ്പിട്ട് കുരുമുളകിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തൂടെ നമ്മൾ നാരങ്ങ നീര് പിഴിയുവാണ്. ഒരു ഹാഫ് നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കുവാണ്. അതിന് ശേഷം നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാറ്ററിൽ ഉപ്പുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ ബാറ്ററിലുള്ളത് മതി. ഞാൻ ഇതിലേക്ക് ഒഴിക്കുവാണ്. നമ്മുടെ ബാർബിക്യൂ ബാറ്റർ ഒഴിച്ചു. ഇനി അതുപോലെ തന്നെ ഇതിലൊരു വ്യത്യാസമുണ്ട്. നമ്മളിതിൽ കുറച്ച് കുരുമുളക് പെപ്പർ പൗഡർ ഓൾറെഡി ഇട്ട് ബോയിൽ ചെയ്താണെങ്കിലും കുറച്ചുകൂടെ കുരുമുളക് ഇടുന്നുണ്ട്. ഇനി പെപ്പർ പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബീഫ് നമ്മൾ കുറച്ച് ഒരു സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടെ സ്പൈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാറ്റർ നമ്മൾ അടച്ച് വയ്ക്കുവാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഹാഫ് അവർ ഇതുപോലെ വയ്ക്കും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാർബിക്യൂ പരിപാടി. ഓക്കെ ഫ്രണ്ട്സ്, ഇരുട്ടിൽ നമ്മളിത് ആ ബാർബിക്യൂ ഉണ്ടാക്കാൻ പോവാണ്. ഇത് നമ്മുടെ വീട്ടിൻ്റെ സൈഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ കണ്ടോളൂ. ഞങ്ങളിവിടെ കുറ്റാക്കൂര് ഇരുട്ടിൽ ഉണ്ടാക്കാൻ പോവാണ് ബാർബിക്യൂ. എല്ലാം സെറ്റാവുന്നേ ഉള്ളൂ. ഇവിടെ ബാർബിക്യൂവിനെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ കാര്യമായിട്ടുള്ള ബാർബിക്യൂവിൻ്റെ സെറ്റപ്പൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള സെറ്റപ്പാണ്. നമ്മൾ ഈ ബാർബിക്യൂൻ്റെ ഇത് വീടിൻ്റെ സൈഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ വീടാണ് ഇത്. എൻ്റെ നെവ്യൂ ആണ്, അവനാണ് എൻ്റെ കൂടെയുള്ള ആൾ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കാണിച്ചു തരാനുണ്ട്. നമ്മുടെ ചക്ക കണ്ടില്ല, നമ്മളെ മരത്തിലെ ചക്കയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഗ്രില്ല് സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ചാർക്കോളാക്കി കത്തിച്ച് ഒന്ന് ഇതാക്കാൻ നോക്കുകയാണ് ബാർബിക്യൂവിന് വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും അതുപോലെ തന്നെ ചിക്കണും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ ബീഫ് നമ്മൾ പതുക്കെ ഒരു ബാർബിക്യൂൻ്റെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ കുത്തി വെക്കുന്നത്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബാംബൂൻ്റെ സ്റ്റിക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലായാലും വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതെല്ലാം വെജിറ്റബിൾസും എല്ലാം അതുപോലെ തന്നെ ഇതിലേക്ക് ആക്കി എടുക്കുവാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ വെറുതെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് എടുക്കാം കേട്ടോ, ഒരു 2 മിനിറ്റത്തേക്ക്. കാരണം പൊട്ടറ്റോ കുറച്ച് പെട്ടെന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം ബാർബിക്യൂ ചെയ്യാം. ഞാനിപ്പം തൽക്കാലം ഒരു ഇതിൽ വെച്ചിട്ട് പതുക്കെ ബാർബിക്യൂ ചെയ്യണം. അപ്പോൾ കുറച്ച് ഫ്ലെയിം ആദ്യം കൂടുതലുണ്ട്, അത് നമ്മൾ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഗ്രില്ല് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ തൽക്കാലം ഒരു സ്റ്റാൻഡും പിന്നെ അതുപോലെ തന്നെ ബാർബിക്യൂൻ്റെ ഒരു ചെറിയ റൗണ്ട് ഈ ഗ്രില്ലും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബാർബിക്യൂ ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓയിൽ കുറച്ചെടുത്തിട്ട് പതുക്കെ എല്ലാ ഇതിലും ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് ചെയ്യണം. അപ്പോൾ കൂടുതലായിട്ട് നന്നായിട്ട് പെട്ടെന്ന് വേവാൻ തുടങ്ങും. ഇതിൽ ബീഫ് നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ. പക്ഷെ നമുക്കിനി ആ ചിക്കനും പിന്നെ അതുപോലെ തന്നെ ആ വെജീസുമാണ് കുറച്ച് ഇതായി കിട്ടേണ്ടത്. അപ്പം നമ്മൾ വെജിറ്റബിൾസ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിം ആണെങ്കിൽ നമ്മളത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ബീഫൊക്കെ ഇങ്ങനെ ബീഫ് നമ്മൾ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് വലിയ ടെൻഷനല്ല, അങ്ങനെ പോവും. അങ്ങനെ നമ്മുടെ ഗ്രില്ല് ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെക്കണം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഡാർക്ക് കളറിൽ കാണുന്നുണ്ടെങ്കിലും കരിഞ്ഞിട്ടൊന്നുമില്ല ഫ്രണ്ട്സ്, നല്ല ഉഷാറായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
ഇത് കളർ നമ്മൾ ഈ ഗ്രീൻ ഇതൊക്കെ കൂടെ വരുമ്പോൾ അത് ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ ഒരു കളറ് ഒരു ജസ്റ്റ് ഡാർക്ക് കളറിലേക്കാണ് വരിക. ഭയങ്കര ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ചാർക്കോളിൻ്റെ ആ ഫ്ലെയിമിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വീശി കൊടുത്താൽ മതി എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് പതുക്കെ ഓയിലിങ്ങനെ തടവി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്രില്ലൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് പതുക്കെ ആ ഒരു ചൂടിൽ കിടന്നും വേവുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വീണ്ടും കൊളുത്തി കത്തിച്ചു. അങ്ങനെയാണ്. പിന്നെ പുറത്തുനിന്നാണ് ചെയ്തിരിക്കുന്നത്. അതിസാഹസികമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. എന്തായാലും മനോഹരമായിട്ട് കിട്ടി. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.